9ലെ ടെക്സ്റ്റിലെ 181ാമത്തെ പേജിലെ ടോപ്പിക്കുകൾ സവിശേഷ വാചകങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്സ്പ്രഷൻസ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യം എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? രണ്ട് അളവുകൾ തമ്മിലുള്ള റിലേഷനെ കുറിച്ചല്ല പഠിച്ചത്. രണ്ട് അളവുകൾ തമ്മിലുള്ള റിലേഷൻസ് ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്ത് അല്ലേ. ഫസ്റ്റ് ഏത് റിലേഷൻ ആയിരുന്നു പഠിച്ചത്? ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവും ഒരു സൈഡും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നല്ലേ പഠിച്ചത്. ആ റിലേഷനിലേക്ക് കൊടുത്തേക്കുന്നത് p of x equal to 4x plus 10 അല്ലേ. 4x plus 10 ഇതൊരു ഓൾജിബ്രിക് ഇക്വേഷൻ ആണല്ലോ, അല്ലെങ്കിൽ ബീജഗണിത സമവാക്യമാണല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ മാത്രം തന്നു. p of x പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവാന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ മാത്രം നിങ്ങൾക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന്റെ റിലേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇത് പെരിമീറ്റർ ആണെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏതോ രണ്ട് അളവുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് മാത്രമല്ലേ പറയത്തുള്ളൂ. അതായത് p of x കണ്ടുപിടിക്കാനായിട്ട് എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10 ആഡ് ചെയ്യുക. അത് മാത്രമല്ലേ നമുക്ക് അറിയത്തുള്ളൂ. p of x equal to എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p of x കണ്ടുപിടിക്കുന്നത് എങ്ങനെ അല്ലെ? കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10 ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുറെ റിലേഷൻസ് പഠിച്ചായിരുന്നല്ലോ. ആ റിലേഷൻസ് എല്ലാം ഒന്ന് നോക്കിക്കേ. ഇവിടെ ഞാൻ ആ റിലേഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ റിലേഷൻ നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? p of x കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 10 ആഡ് ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, a of x. ഇതേത് തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു നമ്മൾ അവിടെ പഠിച്ചത്? a of x എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലേ. ഇനി നമുക്ക് ഏരിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? a of x. a of x കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എക്സിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് എക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 6 അല്ലെ. അപ്പോൾ ഈ ടേംസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? a of x കിട്ടും അല്ലെ. ഇനി അടുത്ത മൂന്നാമത്തതോ v of x. വെറും ഒരു സംഖ്യ മാത്രം അല്ലെ. v of x കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഏതോ ഒരു എക്സിന്റെ ക്യൂബ് കണ്ടുപിടിക്കുക, ആ എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ എക്സിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഒരു സംഖ്യ അല്ലെ. ഈ ടൈംസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? v of x. അപ്പോൾ നമ്മൾ ഇവിടെയുള്ളതെല്ലാം വെറുതെ ഒരു സംഖ്യയാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ p of x ഉം a of x ഉം v of x എങ്ങനെ കണ്ടുപിടിച്ചത്? p of x എങ്ങനെ കണ്ടുപിടിച്ചത്? എക്സിനെ 4 കൊണ്ട് ഗുണിച്ച് 10 ആഡ് ചെയ്തല്ലേ. a of x ഓ എക്സിന്റെ സ്ക്വയർ കണ്ടു, എക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6 ആഡ് ചെയ്തല്ലേ. അപ്പൊ ഇവിടെയെല്ലാം എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട്? ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. 4 into x, 5 into x, 6 into x സ്ക്വയർ, 11 into x. അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ അവിടെ വന്നു. പിന്നെ എന്താ വരുന്നത്? അഡീഷൻ വരുന്നുണ്ടല്ലോ. 4x plus 10 കൊണ്ട് ആഡ് ചെയ്തല്ലോ. ഇവിടെ അഡീഷൻ വരുന്നുണ്ടല്ലോ, 2 അഡീഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വന്നു, അഡീഷൻ ഉണ്ട്. പിന്നെ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ. അതായത് എന്തെടുത്തു? എക്സിന്റെ പവറുകൾ എടുത്തിട്ടുണ്ട് അല്ലെ. എക്സിന്റെ സെക്കൻഡ് പവർ ആണിത്, എക്സിന്റെ തേർഡ് പവർ ആണിത്. പവറുകൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൃതികൾ എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ അവിടെ എന്ത് ഓപ്പറേഷനും വരുന്നുണ്ട്? പവർ എടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും വരുന്നുണ്ടല്ലോ, പവേഴ്സ്. പിന്നെ ലാസ്റ്റ് എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ ഉണ്ട് അല്ലെ. 10, 6 അങ്ങനെ ഫിക്സഡ് നമ്പറുകളുണ്ട് അല്ലെ. അപ്പോൾ ഈ ഓൾജിബ്രിക് ഇക്വേഷനിൽ എന്തും കൂടെ വരുന്നുണ്ട്? നമ്പറും കൂടെ വരുന്നുണ്ട്, നമ്പർ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള, ഇത്രയും ഓപ്പറേഷൻസ് ഉള്ള ഒരു ഇക്വേഷനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെ ഓപ്പറേഷൻസ് ഇതിനകത്ത് കാണാൻ പാടുള്ളൂ? പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഒരു കോൺസ്റ്റന്റ് നമ്പർ, പിന്നെ പവേഴ്സ്. 4 ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ വേറെ ഓപ്പറേഷൻസ് ഇതിനകത്ത് വരാൻ പാടില്ല. എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ? ഇൻറ്റു, പ്ലസ്, പിന്നെ പവേഴ്സ് ഉണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കാം. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. നിർബന്ധമുള്ള കാര്യമല്ല, ചിലപ്പോൾ ചിലവൊന്നും ഇല്ലാണ്ട് വരാം. അതായത് നമ്പർ ഇല്ലാത്ത കേസ് ഏതാണ്? p of x equal to 4x. ഇതൊരു പോളിനോമിയൽ തന്നെയാ, ഇതിനകത്ത് നമ്പർ ഇല്ലല്ലോ. ഇനി പവർ ഇല്ലാത്ത പോളിനോമിയൽ ഏതായിരിക്കും? ഒന്നാമത്തെ പോളിനോമിയൽ. ഇതിനകത്ത് പവർ ഇല്ലല്ലോ, പവർ ഇല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാത്തതുണ്ടാകുമോ? അതും ഉണ്ടാകും. അതെങ്ങനെയാ? p of x equal to x plus 10. ഇത് മാത്രം ഉണ്ടെങ്കിൽ ഇതൊരു പോളിനോമിയൽ തന്നെയാ, അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലല്ലോ.
മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അങ്ങനത്തെയും പോളിനോമിയൽ ഉണ്ടാകാം. ഇനി പ്ലസ് ഇല്ലാത്ത പോളിനോമിയൽ ഉണ്ടോ? അതും ഉണ്ട്. അതെങ്ങനെയാ? ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കേ, ഇതിനകത്ത് അഡീഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പോൾ ഇത് 4 ഉണ്ടാണ് നിർബന്ധമൊന്നുമില്ല, പക്ഷെ വേറൊരു ഓപ്പറേഷനും ഇതിനകത്ത് കാണാൻ പാടില്ല. അങ്ങനെയുള്ള ഓൾജിബ്രിക് ഇക്വേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്നത്. ഇൻ ഓൾ ദീസ്, ഈ കേസുകളിലെല്ലാം the only operations done are multiplying powers of the number x by fixed numbers and adding these products and adding a fixed number. അതായത് ഒരു നമ്പറിന്റെ പവേഴ്സ് അത് ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കാം. അങ്ങനെയുള്ള ടേംസ് എല്ലാം ആഡ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ഫിക്സഡ് നമ്പറും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. അങ്ങനെയുള്ള എക്സ്പ്രഷനെയാണ് പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങളാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് നോക്കിക്കേ, ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ഇതിന്റെ ഡയഗണൽ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ വികരണം കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷൻ പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കണം. എങ്ങനെ നമുക്ക് ചെയ്യാം? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണമായിട്ട് എടുക്കാം അല്ലെ. മട്ടത്രികോണത്തിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പം കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിനിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതല്ലേ ഈ റെക്ടാങ്കിളിന്റെ ഡയഗണൽ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡയഗണലിനെ ഡി ആയിട്ട് എടുക്കാം അല്ലെ. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ഈ ഡയഗണലിന്റെ സ്ക്വയർ ഡി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് എക്സ് ആയിട്ട് എടുക്കാം അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് അല്ലെങ്കിൽ അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് എക്സ് പ്ലസ് 1 അല്ലെ. എക്സ് പ്ലസ് 1 സ്ക്വയർ. ഇനി നമുക്ക് ഡയഗണൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതായത് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയറിൽ നിന്ന് ഡി കണ്ടുപിടിക്കണം അല്ലെ. സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ. ഇനി ഇവിടെ നമുക്കറിയാം ആ ഡയഗണലിന്റെ മാറ്റം ഏതിനെ ആശ്രയിച്ചിരിക്കും? എക്സിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. എക്സ് മാറുമ്പോൾ ഏത് മാറിക്കോളും? ഡി മാറിക്കോളും, അല്ലെങ്കിൽ ഡയഗണലും മാറും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡിയുടെ മാറ്റം ആരെ അനുസരിച്ചാണ്? എക്സിനെ അനുസരിച്ചാണ്. അതുകൊണ്ട് ഡി ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലെ. ഡി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതൊരു പോളിനോമിയൽ ആണോ എന്നാ, അല്ലെങ്കിൽ ബഹുപദമാണോ എന്നാ. ബഹുപദങ്ങളിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് കാണാൻ പാടുള്ളൂ? അഡീഷൻ ഓപ്പറേഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, പിന്നെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് നമ്പർ കാണാം, പിന്നെ പവർ കാണാം അല്ലെ. പവർ. ഈ 4 കാര്യങ്ങളാ ഏതിനകത്ത് കാണാൻ പാടുള്ളൂ? ഒരു പോളിനോമിയലിനകത്ത് കാണാൻ പാടുള്ളൂ. അത് മാത്രമാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നോക്കിക്കേ. ഇവിടെ ഒരു റൂട്ട് കയറി വന്നിട്ടുണ്ട് അല്ലെ. ഒരു നമ്പറിന് റൂട്ട് കയറി വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്തിനാ റൂട്ട് കയറി വന്നിരിക്കുന്നത്? എക്സിന് റൂട്ട് കയറി വന്നിട്ടുണ്ട് അല്ലെ. എക്സിന് റൂട്ട് കയറി വന്നതുകൊണ്ട് അത് ഈ 4 കാര്യങ്ങളിൽ പെടുന്നതല്ല. റൂട്ട് വേറെ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അത് കാരണം നമുക്ക് എന്ത് പറയാം? ഈ ഡി ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദോൾ സ്ക്വയർ. അതൊരു പോളിനോമിയൽ അല്ല. ഈ ഒരു ഇക്വേഷൻ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദമല്ല. ഇനി നമ്പറിന് റൂട്ട് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞേ. വേറൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഞാനിവിടെ എഴുതാൻ പോവാ. പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇതൊരു പോളിനോമിയൽ ആണോ? ഇതൊരു പോളിനോമിയൽ ആണ്. കാരണം എന്നാ? എക്സ് സ്ക്വയറിന് അല്ലെങ്കിൽ എക്സിന് റൂട്ട് വന്നിട്ടില്ല അല്ലെ. എന്തിനു മാത്രമേ റൂട്ട് വന്നിട്ടുള്ളൂ? ഒരു സംഖ്യക്ക് മാത്രമേ റൂട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ സംഖ്യക്ക് റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, അതൊരു പോളിനോമിയൽ തന്നെയാണ്. പക്ഷെ എന്തിന് റൂട്ട് വരാതെ സൂക്ഷിക്കണം? വേരിയബിളിന് റൂട്ട് വരാതെ സൂക്ഷിക്കണം. അതായത് ഇതൊരു പോളിനോമിയൽ ആണ്. വേരിയബിളിന് റൂട്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ ആണ്. പക്ഷെ ഇവിടെയോ വേരിയബിളിന് അല്ലെങ്കിൽ എക്സിന് റൂട്ട് വന്നിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇറ്റ് ഷോസ് എ റെക്ടാങ്കിൾ അറ്റാച്ച്ഡ് ടു ദ ഹൈപ്പോട്ടിനസ് ഓഫ് ആൻ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഇവിടെ ഈ ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ 2 ഷേപ്പിനും ഓരോ നമ്പർ കൊടുക്കാൻ പോവാ. ഈ മുകളിലത്തത് 1ാമത്തെ ഷേപ്പ്, അടിയിലത്തത് 2ാമത്തെ ഷേപ്പ്. 1ാമത്തെ ഷേപ്പ് എന്താണ്? ഒരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, മട്ടത്രികോണമാണ്. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഹാഫ് ബി എച്ച് ആണ് അല്ലെ. അതായത് ഫസ്റ്റ് ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് ഏരിയ
ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ, ഹാഫ് ബി എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസും ഹൈറ്റും ഏതൊക്കെയാണ്? ഇതിനകത്ത് നീളം കൂടിയ വശമാണ് അല്ലെ ഹൈപ്പോട്ടിനിയസ് ആയിട്ട് അല്ലെങ്കിൽ കർണമായിട്ട് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനിയസ് ഏതാണ്? ഈ താഴത്തെ വശമാണ്. അങ്ങനെയാണെങ്കിൽ ബേസും ഹൈറ്റും ഏതൊക്കെയാണ്? ബാക്കി രണ്ട് സൈഡുകളല്ലേ? ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത് അല്ലെ. അപ്പോൾ ബേസും ഹൈറ്റും എത്രയൊക്കെ വെച്ചാണ്? 4 സെന്റിമീറ്റർ വീതമാണ്. അപ്പോൾ 1/2 ഇൻറ്റു 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 16 വരും അല്ലെ. 2 16 ക്യാൻസൽ ആയി പോവുമല്ലോ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ആദ്യത്തെ ഈ മട്ടത്രികോണത്തിന്റെ അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ LB അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇതിനകത്ത് ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ലെങ്ത് അറിയാവോ? ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെയായിരിക്കും ആ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനിയസ് ആണല്ലോ ഇതിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ അളവുകൾ വെച്ച് ഏത് കണ്ടുപിടിച്ചാൽ മതി? ഹൈപ്പോട്ടിനിയസ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിനിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ പോരെ. എന്താ പൈതഗോറസ് തിയറം? h സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലെ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ അല്ലെങ്കിൽ ലംബവശങ്ങളുടെ സ്ക്വയറിന്റെ സമം. ലംബവശങ്ങൾ ഏതൊക്കെയാണ്? 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ അല്ലേ. അതായത് 4 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ എത്രയാണ്? 16 അല്ലേ. 16 പ്ലസ് 16 പ്ലസ് 16 എത്രയാണ്? 32 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 32. നമുക്ക് ഹൈപ്പോട്ടിനിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് h ദാറ്റ് ഈസ് ഈക്വൽ ടു h സ്ക്വയറിൽ നിന്ന് h എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 32നെ നമുക്ക് 16 ഇൻറ്റു 2 എന്ന് എഴുതത്തില്ലേ? അതായത് റൂട്ട് ഓഫ് 16 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 16ന്റെ റൂട്ട് അത് നമുക്കറിയാം 4 അല്ലെ. 4 ഇൻറ്റു ഇനി 2ന്റെ റൂട്ട് എടുക്കണ്ടേ? 2ന്റെ റൂട്ട് നമുക്ക് അറിയാവോ? ഇല്ല അല്ലെ. അതുകൊണ്ട് എങ്ങനെ തന്നെ എഴുതിയാൽ മതി? റൂട്ട് 2 എന്ന് തന്നെ എഴുതിയാൽ മതി. അതായത് ഹൈപ്പോട്ടിനിയസിന്റെ നീളം എത്രയാണ്? 4√2 സെന്റിമീറ്റർ. ഇനി നമുക്ക് സെക്കൻഡ് ഫിഗറിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാലോ. സെക്കൻഡ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് എത്രയാണ്? 4√2 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 1 സെന്റിമീറ്റർ അല്ലെ. 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര തന്നെ കിട്ടും? 4√2 എന്ന് തന്നെ കിട്ടും അല്ലെ. 4√2 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ടോട്ടൽ ഫിഗറിന്റെ ഏരിയ എന്ന് കണ്ടുപിടിച്ചേ. ആ ഏരിയ ഞാൻ എ എന്ന് വിളിച്ചെന്ന് വിചാരിക്കുക. എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ഫിഗറിന്റെ ഏരിയ ആഡ് ചെയ്താൽ മതിയല്ലോ. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 8 സെന്റിമീറ്റർ സ്ക്വയർ 8 പ്ലസ് അടുത്ത ഈ റെക്ടാങ്കിളിന്റെ ഏരിയ 4√2 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. 4√2 അതായത് ഈ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ നമുക്ക് എത്രയായിട്ട് കിട്ടി? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 4√2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മളോട് ഒരു കാര്യമാണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഈ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതായത് നമുക്ക് കൃത്യമായിട്ട് നമ്പർ തന്നിട്ടുണ്ടോ? സൈഡുകൾ ഏതാണെന്ന് അറിയത്തില്ല. അപ്പൊ അറിയത്തില്ലാത്ത സൈഡ് എങ്ങനെ എടുക്കണം? നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം അല്ലെ. അപ്പോൾ ഇത് x സെന്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? x സെന്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. x സെന്റിമീറ്റർ. ഇനി നമുക്ക് ഈ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ആദ്യം ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ? അതായത് ഫസ്റ്റ് ഫിഗറിന്റെ ഏരിയ അല്ലെ. ഫസ്റ്റ് ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് എത്രയാണ്? എക്സ്. ഹൈറ്റോ? അതും എക്സ് തന്നെയാ അല്ലെ. എക്സ് ഇൻറ്റു എക്സ്. അതായത് നമുക്ക് എന്ത് കിട്ടും? 1/2 എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. 1/2 എക്സ് സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ. ആദ്യത്തെ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി 1/2 എക്സ് സ്ക്വയർ. അടുത്ത ഈ റെക്ടാങ്കിളിന്റെ കണ്ടുപിടിക്കണമല്ലോ. അതിനുവേണ്ടി ആദ്യം കണ്ടുപിടിക്കണം ഹൈപ്പോട്ടിനിയസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ h സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയർ ഏതൊക്കെയാണ്? x അതിലെ പെർപെൻഡിക്കുലർ സൈഡ്സ്
സോ എക്സിന്റെ സ്ക്വയർ പ്ലസ് എക്സിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x² അല്ലെ 2x². അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാ വേണ്ടത് h ആണല്ലേ വേണ്ടത് h ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് 2x². ഇനി ഇത് നോക്കിക്കേ 2ന് റൂട്ട് ഉണ്ട് x² റൂട്ട് ഉണ്ട് അല്ലെ 2ന്റെ റൂട്ട് നമുക്കറിയാവോ ഇല്ല അല്ലെ അപ്പോൾ √2 എന്ന് തന്നെ നമുക്ക് എഴുതാം. x² റൂട്ടോ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെയല്ലേ അതായത് x തന്നെയാണ് അല്ലെ അപ്പൊ √2x എന്ന് നമുക്ക് കിട്ടും. അതിന്റെ ഹൈപ്പോട്ടിനിസ് അല്ലെങ്കിൽ കർണം എത്രയായിട്ട് കിട്ടും √2x എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാലോ സെക്കൻഡ് ഏരിയ അല്ലെ സെക്കൻഡ് ഏരിയ ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് എത്രയാണ് √2x അല്ലെ √2x. ഇനി ബ്രെഡ്ത്തോ അത് 1 സെന്റിമീറ്റർ ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √2x എന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ √2x സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഈ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം അല്ലെ അപ്പൊ ഏരിയനെ ഞാൻ a എന്ന് വിളിച്ചു a ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഫിഗറിന്റെ ഏരിയ 1/2x², 1/2x². രണ്ടാമത്തതിന്റെ അപ്പൊ പ്ലസ് രണ്ടാമത്തതിന്റെ ഏരിയ √2x അല്ലെ √2x. ഇനി ഏരിയ ഏതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എക്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ അത് കാരണം നമ്മൾ എങ്ങനെ എഴുതണം a of x ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2x² പ്ലസ് √2x. ഇനി ഇതൊരു പോളിനോമിയൽ ആണോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ എക്സിന് അല്ലെങ്കിൽ വേരിയബിളിന് റൂട്ട് ഉണ്ടോ ഇവിടെ വേരിയബിളിന് റൂട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രമല്ലേ ഇതിനകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു പോളിനോമിയൽ അല്ലേ പോളിനോമിയൽ ആണ് അല്ലെ ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. കൺസിഡർ ഓൾ റെക്ടാംഗിൾസ് ഓഫ് ഏരിയ 25 square centimeters if we denote the length in centimeters of a side of such a rectangle as x, then the perimeter of the rectangle in centimeter is. പരപ്പളവ് 25 ചതുരശ്ര സെന്റിമീറ്റർ ആയ ഒരു ചതുരം എടുത്തു അതിന്റെ ഒരു വശം എന്തായിട്ട് എടുക്കണം x സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ചുറ്റളവായി കിട്ടുന്ന സംഖ്യ ഏത്. അപ്പോൾ ആദ്യം ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ 2 × l + b അല്ലെ അത് നമുക്ക് ആദ്യം എഴുതി വെക്കാം. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × l + b. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം ലെങ്തും ബ്രെഡ്ത്തും വേണമല്ലോ. ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ടോ ഒരു വശത്തിന്റെ നീളം x ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിനു വേണ്ടിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു LB ചെയ്താൽ മതി അല്ലെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കേണ്ടത് അതായത് L ഈ സൈഡിലേക്ക് പോയാൽ മതിയല്ലോ a ഡിവൈഡഡ് ബൈ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത്. ഇതിനകത്ത് ഏരിയ തന്നിട്ടുണ്ടല്ലോ 25 അല്ലെ 25 ഡിവൈഡഡ് ബൈ ലെങ്ത് തന്നിട്ടുണ്ടല്ലോ ഏതായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് x ദാറ്റ് ഈസ് ഈക്വൽ ടു b. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി ഏതായിട്ട് കിട്ടി 25 ഡിവൈഡ് ബൈ x അല്ലെ. ഇനി ഇത് ഈ പെരിമീറ്ററിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പെരിമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ലെങ്ത് അത് x ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ x പ്ലസ് ബ്രെഡ്ത്ത് 25 ഡിവൈഡ് ബൈ x എന്ന് കിട്ടും അല്ലെ 25 ഡിവൈഡഡ് ബൈ x. ഇനി 2 ഈ ഇൻസൈഡ് കയറ്റി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 2 × x 2x അല്ലെ 2x പ്ലസ് 2 × 25 ഡിവൈഡ് ബൈ x 2 × 25 50 വരും അല്ലെ 50 ഡിവൈഡഡ് ബൈ x എന്ന് കിട്ടി. ഇനി നോക്കിക്കേ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് മാറുന്നത് ഏതിനനുസരിച്ചാ ഈ എക്സിനനുസരിച്ചല്ലേ x മാറുമ്പോൾ ഏത് മാറും ചുറ്റളവ് മാറും അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം p of x ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ മാറുന്നത് എക്സിനനുസരിച്ചാണ് അതുകൊണ്ട് p of x ഈക്വൽ ടു 2x പ്ലസ് 50 ഡിവൈഡഡ് ബൈ x എന്ന് കിട്ടും അല്ലെ. ഇനി നമ്മളോടുള്ള ചോദ്യം ഇതൊരു പോളിനോമിയൽ ആണോ ഇത് പോളിനോമിയൽ ആണോ എന്താ ഇതിന് പ്രശ്നമുള്ളത് ആദ്യത്തെ ടൈമിന് പ്രശ്നമൊന്നുമില്ല അല്ലെ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ടൈമോ 50 ഡിവൈഡ് ബൈ x അല്ലേ അതായത് x എവിടെ കിടക്കുന്നത് ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത്
അതായത് എക്സ് ഡിവിഷന്റെ രീതിയിൽ അല്ലെങ്കിൽ ഹരണത്തിന്റെ രീതിയിലാണ് കിടക്കുന്നത് അല്ലെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പോളിനോമിയൽ ആവുമോ? ഇല്ല. ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന്റെ അർത്ഥം എന്നാ? എക്സിന്റെ പവർ -1 പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് അതൊരു പോളിനോമിയൽ ആണോ? ഇതൊരു പോളിനോമിയൽ അല്ല അല്ലെ. അതായത് ഡിനോമിനേറ്ററിലാണ് എക്സ് വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പോളിനോമിയൽ ആകത്തില്ല. ഓർത്തിരിക്കുക, ഡിനോമിനേറ്ററിൽ എക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പോളിനോമിയൽ ആകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പോളിനോമിയൽ ആണോ? അല്ല അല്ലെ, നോട്ട് എ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ തരട്ടെ, അത് പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. a of x equal to x² minus 2x plus 5 ഇതൊരു പോളിനോമിയൽ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു പോളിനോമിയൽ അല്ല എന്നാ നിങ്ങൾ പറയുള്ളൂ. കാരണം എന്നാ? നമ്മുടെ ആ 4 കാര്യങ്ങളിൽ മൈനസ് ഇല്ലല്ലോ. അതുകൊണ്ട് എന്തായിട്ട് തോന്നും? പോളിനോമിയൽ അല്ലാണ്ട് തോന്നും അല്ലെ. പക്ഷെ ഇവിടെ ആ മൈനസ് നമുക്ക് കളയാം. അതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ഒരു പ്ലസ് ചേർക്കാൻ പറ്റുമോ? ഈ മൈനസ് 2വിന്റെ സൈൻ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അതായത് എക്സിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അതൊരു പോളിനോമിയൽ ആയിട്ട് തന്നെ കിട്ടത്തില്ലേ. എക്സിനെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. അതായത് അവിടുത്തെ മൈനസ് നമുക്ക് ആർക്ക് കൊടുക്കാം? 2വിന് കൊടുക്കാം അല്ലെ. നമുക്കിത് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? x² പ്ലസ് -2 ഇൻറ്റു എക്സ് -2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് എഴുതത്തില്ലേ. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ആ 4 കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ മൈനസ് ആർക്ക് ചേർന്ന് പോയി? 2വിന് ചേർന്ന് പോയി അല്ലെ. അതായത് എക്സിനെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യാതൊരു പ്രശ്നമില്ല, അതൊരു പോളിനോമിയൽ തന്നെയാണല്ലേ. അതായത് a of x equal to x² minus 2x plus 5 എന്നത് ഒരു പോളിനോമിയൽ ആണ്. ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ പഠിക്കാനായിട്ട് പോവാം. എന്താണ് കൃത്യംഗം അല്ലെങ്കിൽ ഡിഗ്രി എന്ന് നമുക്ക് നോക്കാം. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്നാൽ എന്ത്? അതൊന്ന് വായിച്ചു നോക്കിക്കേ. എ പോളിനോമിയൽ ഇൻവോൾവ്സ് powers of a varying number. The largest exponent occurring like this is called the degree of the polynomial. അതായത് മാറുന്ന സംഖ്യയുടെ അല്ലെങ്കിൽ വേരിയബിൾസിന് കൃതികൾ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ പവറുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് ഏറ്റവും വലിയ പവറാണ് അല്ലെങ്കിൽ കൃതിയാണ് എന്തായിട്ട് പറയുന്നത്? ഡിഗ്രി ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ കൃത്യംഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമുക്കൊന്ന് നോക്കിയാലോ. p of x is equal to 4x plus 10. ഇവിടെ മാറുന്ന സംഖ്യ ഏതാ? എക്സ് ആണ് അല്ലെ. എക്സിന്റെ കൃതി അല്ലെങ്കിൽ പവർ ഏതാണ്? നിലവിൽ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ പവർ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ. x⁻1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ് തന്നെയല്ലേ. അപ്പോൾ പവർ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്നാ? അതിന്റെ പവർ 1 ആണെന്നാ. അതായത് ഒന്നാമത്തതിന്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഡിഗ്രി ഈക്വൽ ടു 1. അടുത്തത് രണ്ടാമത്തതിന്റെയോ? മാറുന്ന സംഖ്യ അല്ലെങ്കിൽ വേരിയബിൾ ഏതാണ്? എക്സ് ആണ് അല്ലെ. ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അപ്പൊ ആദ്യത്തത് ഇവിടെ നോക്കിക്കേ, എക്സിന്റെ പവർ എത്രയാ? ഇവിടെ 2 ആണ് അല്ലെ. ഇവിടെയോ? ഇവിടെ 1 ആണ്. അതായത് ഏറ്റവും വലിയ പവർ ഏതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? 2 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഡിഗ്രി അല്ലെങ്കിൽ കൃത്യംഗം എത്രയായിട്ട് കിട്ടും? 2 ആയിട്ട് കിട്ടും അല്ലെ. ഡിഗ്രി ഈക്വൽ ടു 2. അടുത്ത മൂന്നാമത്തതിന്റെയോ? ഇവിടെ വേരിയബിൾ അടങ്ങുന്ന ടൈം 3 എണ്ണം ഉണ്ട്. ആദ്യത്തതിന്റെ പവർ എത്രയാ? 3. രണ്ടാമത്തതിന്റെയോ? എക്സിന്റെ പവർ 2. മൂന്നാമത്തത് എക്സിന്റെ പവർ 1 അല്ലെ. അതായത് ഏറ്റവും വലിയ പവർ എത്രയാണ്? 3 ആണ് അല്ലെ. അതായത് ഡിഗ്രി അല്ലെങ്കിൽ കൃത്യംഗം എത്രയാണ്? 3. അതായത് ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിനെ നമ്മൾ എന്ത് പറയുന്നു? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദം എന്ന് പറയുന്നു. ഡിഗ്രി 2 ഉള്ളതിന്റെയോ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദം. ഡിഗ്രി 3 ആണെങ്കിലോ? അതിനെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ മൂന്നാം കൃതി ബഹുപദം എന്ന് പറയുന്നു. അടുത്തത് ഇതിന്റെ എല്ലാത്തിന്റെ ജനറൽ ഫോം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡിഗ്രി 4x plus 10 ആണല്ലോ. അതായത് വേരിയബിൾ ടൈമിന്റെ പവർ 1 ആയിരിക്കും. അതുപോലെ തന്നെ അതിന് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വേരിയബിൾ ടൈം എക്സ് അല്ലെ. എക്സിന്റെ പവർ 1 തന്നെയാണല്ലോ. അപ്പൊ എക്സ് തന്നെ എഴുതിയാൽ മതി. ഇനി അതിന് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ? അപ്പോൾ ഇൻറ്റു എ. ഇനി പ്ലസ് ഒരു കോൺസ്റ്റന്റ് വരത്തില്ലേ? പ്ലസ് കോൺസ്റ്റന്റ് ഏത് വേണമെങ്കിലും വരാം അല്ലെ. അതായത് പ്ലസ് ആ കോൺസ്റ്റന്റിനെ ഞാൻ ബി ആയിട്ട് എടുത്തു. അതായത് ഒന്നാം കൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ax plus b. ഇനി രണ്ടാം കൃതി ബഹുപദത്തിന്റെയോ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെയോ?
അവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി കാണും അല്ലെ? അതായത് വേരിയബിളിന് 2 പവർ വരും അല്ലെ? അതിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാലോ. ആ സംഖ്യ നമുക്ക് ഏതായിട്ട് എടുക്കാം? എ ആയിട്ട് എടുക്കാം അല്ലെ? ഇനി മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലതിന് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ എയുടെ വാല്യൂ ഏതായിട്ട് പൊക്കോളും? 1 ആയിട്ട് പൊക്കോളൂ അല്ലെ? അന്നേരം നമുക്ക് x² മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ x² മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ സംഖ്യ ഉണ്ടെങ്കിലോ എയുടെ വാല്യൂ ആ സംഖ്യയായിട്ട് മാറും. സെക്കൻഡ് ഡിഗ്രിയിൽ ഒരു സെക്കൻഡ് പവർ വേരിയബിൾ ഉണ്ടായിരിക്കും പ്ലസ് ഇനി ഒരു ഫസ്റ്റ് പവർ വേരിയബിൾ ഉണ്ടായിരിക്കും അല്ലെ? അതുണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതായത് x² + 6 എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് അതും എഴുതണ്ടേ, ജനറൽ ഫോം എഴുതണമെങ്കിൽ. അപ്പൊ അതിന് ഞാൻ bx എന്ന് എഴുതി പ്ലസ് ഒരു ഫിക്സഡ് നമ്പറും കൂടെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, എന്തായാലും ജനറൽ ഫോമിൽ അത് നമുക്ക് ചേർക്കണം, അതായത് c എന്ന് എഴുതി. അതായത് രണ്ടാംകൃതി ബഹുപദം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം ഏതാണ്? ax² + bx + c. അങ്ങനെയാണെങ്കിൽ തേർഡ് ഡിഗ്രിയുടെ നിങ്ങൾ തന്നെ ഒന്ന് എഴുതിക്കേ. എങ്ങനെ വരും? അതിനൊരു തേർഡ് ഡിഗ്രി ഉണ്ടായിരിക്കും അല്ലെ? അതായത് x³. അതിന് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാം, ഗുണിക്കാതിരിക്കാം, ജനറൽ ഫോമിൽ നമ്മൾ അത് ചേർക്കണം. ax³ പ്ലസ് സെക്കൻഡ് ഡിഗ്രി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം അല്ലെ? പക്ഷെ നമ്മൾ അത് ചേർക്കണം. അപ്പോൾ bx² പ്ലസ് ഇനി ഒന്നാം കൃതി ഉണ്ടാകാം, ഇല്ലാണ്ടിരിക്കാം അല്ലെ? നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? cx എന്ന് എഴുതാം അല്ലെ? എക്സിനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക c പ്ലസ് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് നമ്പറും വേണമല്ലോ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? d ആയിട്ട് എഴുതാം അല്ലെ? x ഇല്ലാത്ത ഒരു നമ്പർ, അതായത് d. അപ്പോൾ മൂന്നാംകൃതി ബഹുപദത്തിന്റെ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം ഏതാണ്? ax³ + bx² + cx + d. ഇനി ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഇവിടെ വേരിയബിൾസിനെ ഗുണിച്ചിരിക്കുന്ന സംഖ്യകളുണ്ടല്ലോ, ഇവിടെ a, b ഒരു വേരിയബിളിനെ ഗുണിച്ചേക്കുമല്ല, പക്ഷെ ഇവിടെ നമുക്കൊരു വേരിയബിൾ എഴുതി കൊടുക്കാം. അതെങ്ങനെയാ? x⁻0 എന്ന് എഴുതി കൊടുക്കുക അല്ലെ? x⁻0 എത്രയാ? ഏതൊരു സംഖ്യയുടെയും ⁻0 എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 1 ആ. അതായത് x⁻0 1 ആയിട്ട് മാറും അല്ലെ? അതായത് ഇവിടെ a, b. ഇവിടെയോ വേരിയബിളിനെ ഗുണിച്ചിരിക്കുന്ന ഏതൊക്കെ സംഖ്യ വെച്ചാണ്? ഇവിടെ a വെച്ച് ഗുണിച്ചിട്ടുണ്ട്, x-നെ b വെച്ച് ഗുണിച്ചിട്ടുണ്ട്, c അല്ലെ? ഇവിടെയോ x³ a വെച്ച് ഗുണിച്ചിട്ടുണ്ട്, b, c, d അല്ലെ? അപ്പോൾ ഈ സംഖ്യകളെ, അതായത് ഏതൊക്കെ സംഖ്യകളെ? a, b, c, d എന്നിങ്ങനെ ഈ സംഖ്യകളെ ആ പവേഴ്സിന്റെ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ഗുണകങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് കോഎഫിഷ്യൻസ്? കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ഗുണകങ്ങൾ. ഇപ്പോൾ ഓരോന്നിന്റെയും ഗുണകം സെപ്പറേറ്റ് ആയിട്ടോ. ആദ്യത്തെ ഈ ഇക്വേഷൻ എടുത്തേ, എക്സിന്റെ ഗുണകം ഏതാണ്? a ആണ് അല്ലെ? എക്സിന്റെ ഗുണകം a. ഇവിടെ x² ഗുണകം അതേതാണ്? a ആയിട്ട് കിട്ടും അല്ലെ? x² ഗുണിച്ചിരിക്കുന്നത് a ആണ്, അതായത് x² ഗുണകം a. ഇവിടെയോ എക്സിന്റെ ഗുണകം അല്ലെ? എക്സിനോട് ഗുണിച്ചിരിക്കുന്നത് ആരാ? b വെച്ചാണ്, അപ്പൊ എക്സിന്റെ ഗുണകം b. ഇവിടെയോ x³ ഗുണകമാണ് a ആയിട്ട് വരുന്നത്, കാരണം x³ ഗുണിച്ചിരിക്കുന്നത് a ആണ്. x² കോഎഫിഷ്യന്റ് അത് b ആണ് അല്ലെ? എക്സിന്റെ കോഎഫിഷ്യന്റ് അത് c ആണ്. അതായത് ഓരോ വേരിയബിളിനോടും ഗുണിച്ചിരിക്കുന്ന സംഖ്യ ഏതോ അതാണ് അതിന്റെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണകം എന്ന് പറയുന്നത്. ഈ കോഎഫിഷ്യൻസ് ഏത് സംഖ്യ വേണേലും ആകാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ഒരു റൂട്ടുള്ള സംഖ്യ ആകാം, അതുപോലെ തന്നെ മൈനസ് ഉള്ള സംഖ്യ ആകാം, അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ആകാം, ഏത് വേണമെങ്കിലും ആകാം. ആ കാര്യം കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പോളിനോമിയൽ ആകാത്തത് ഏത് മാത്രമേ ഉള്ളൂ? വേരിയബിളിന് റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പോളിനോമിയൽ ആകാത്തതുള്ളൂ. കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗുണകങ്ങൾക്ക് നമുക്ക് റൂട്ട് വരാം, മൈനസ് വരാം, അത് ഒരു ഫ്രാക്ഷൻ ആകാം, ഏത് വേണമെങ്കിലും ആകാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദത്തിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ കൃതി അല്ലെങ്കിൽ ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ഗുണകങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചല്ലേ? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എളുപ്പമുള്ള കാര്യമാണ്, നന്നായിട്ട് പഠിക്കുക.